നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, സാവിത്രി സുഖമില്ലാതിരിക്കല്ലേ? കളിയാക്കലും നിർത്താൻ മീനാക്ഷിയോട് പറയണം. അവള് പകരം വീട്ടട്ടെ മോളെ. മീനാക്ഷി അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ട് അവള്. കിട്ടട്ടെ നന്നായിട്ട്. എന്തൊരു ടേസ്റ്റ്. എടീ, എല്ലാ കാലത്തും ഞാനീ ഇരിപ്പിരിക്കില്ല. എഴുന്നേറ്റ് വരും ഞാൻ. അന്നിതിന് ഞാൻ നിന്നോട് കണക്ക് തീർത്തിരിക്കും. അതെ, പല്ലും നഖവും പോയ പുലിയാ നിങ്ങള്. എഴുന്നേറ്റ് വന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. ആ, ഇങ്ങനെ കിടന്നു. എന്തൊരു ടേസ്റ്റ്. അമ്മയും മകളും ചേർന്ന് എന്നെ വേദനിപ്പിക്കുകയാണോ? ഏതമ്മ, ഏത് മകൾ? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ അമ്മയും ദേവിയും കുറിച്ചാ. എങ്ങനെ വേദനിപ്പിച്ചൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ എന്ത് തീരുമാനിച്ചോട്ടെ, പക്ഷേ ആ ഗിരീഷിനെ ഇവിടെ താമസിപ്പിക്കാൻ ദേവി സമ്മതിക്കരുതായിരുന്നു. ഓ, അങ്ങനെ. അതൊക്കെ അമ്മയുടെ തീരുമാനാ. അതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. മാത്രമല്ല, അമ്മ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഞാൻ എന്തിനു കയറി ഇടപെടണം? ഈ വീട്ടിൽ എന്നെക്കാളും വലിയൊരു സ്ഥാനം അയാൾക്ക്. ഞാൻ ആരുമല്ല, അയാൾ അമ്മയുടെ മൂത്ത മകനാണത്രേ. അയാൾ ഇവിടെ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. എങ്കിലത് തുറന്ന് അമ്മയോട് പറഞ്ഞൂടെ? ദേവി പറഞ്ഞാ മതി. ഞാൻ പറയില്ല. അമ്മയുടെ ധിക്കാരം പറയാനൊന്നും ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ടാ അയാളിവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലാത്തത്? അത് ദേവിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൊസസീവാ. ദേവിയോട് ഒരാൾ കൂടുതൽ സംസാരിക്കുന്നതും ഇടപെടുന്നതും എനിക്കിഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യണമായിരുന്നു? സ്വന്തം ഭാര്യയായി ഞാൻ ഈ തറവാട്ടിൽ നിൽക്കുമ്പോ മറ്റൊരു പെണ്ണിനെ മാലയിട്ട് സ്വീകരിച്ച് എന്റെ കൺമുന്നിലേക്ക് കൊണ്ടുവന്ന ആളാ നിങ്ങള്. ഹൃദയം തകർന്ന് ഞാനിവിടെ നിന്നപ്പോ ഒന്ന് ആശ്വസിപ്പിക്ക പോലും ചെയ്യാതെ ആ പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ പോയ വലിയ മനുഷ്യനോ നിങ്ങള്? ഈ പൊസസീവ്നെസ് എന്ന വികാരം നിങ്ങൾക്ക് മാത്രം ഉള്ളതാണോ? ഏത് പെണ്ണിനെ ഭാര്യയായി സ്വീകരിക്കാമെന്ന അവകാശവും നിങ്ങൾക്ക് മാത്രം സ്വന്തമാണോ? എനിക്ക് നിങ്ങളോട് പകയോ പ്രതികാരോ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ എനിക്ക് തന്ന സങ്കടങ്ങള് എന്റെ മരണം വരെ എന്നെ വേദനിപ്പിക്കുന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.